പല ബന്ധങ്ങളും നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനകത്ത് ഇല്ലാത്തത് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരേ ഒരു സാധനമേ ഉണ്ടാവുള്ളൂ, സെൽഫ് റെസ്പെക്റ്റ്. ആ സാധനം ഇല്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് ആ ബന്ധം എത്രമാത്രം തകർച്ചയിലാണ് അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ, അനുഭവിക്കുന്നവർക്ക്. സോ നിങ്ങളുടെ ഈ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മ കാരണം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളികൾ, നിങ്ങളുടെ പാർട്ട്ണർ പട്ടിയുടെ തുല്യം കാണുന്ന ഒരവസ്ഥ, ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണമെങ്കിൽ, നമ്മുടെ ബന്ധം ഊഷ്മളമാകണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സാധനമാണ് സെൽഫ് റെസ്പെക്റ്റ്. സോ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? 10 പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ പേഴ്സണൽ മാനിഫെസ്റ്റോ. അതായത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷൻ എന്താണ്, നിങ്ങളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നുണ പറയുന്നത് ഇഷ്ടമല്ല, നിങ്ങളോടും നിങ്ങൾക്ക് മറ്റൊരാളോടും നുണ പറയുന്നത് ഇഷ്ടമല്ല, അത് നിങ്ങളുടെ ഒരു മൂല്യമാണ്. എന്തിനാണിത് പറയണത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ബോധമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കേണ്ട ഒരവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം തേടാതെ തന്നെ നിങ്ങൾക്ക് അതിനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ മാനിഫെസ്റ്റോയിലുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇതിന് ഘടകവിരുദ്ധമായി നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളുമായിട്ട് അത് യോജിച്ച് പോകുന്നൊരു കാര്യമല്ല. സോ നിങ്ങളുമായിട്ട് യോജിച്ച് പോകാത്ത, നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ല. കാരണം അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം നുണ പറയുന്നൊരു പാർട്ട്ണർ, ചതിക്കുന്നൊരു പാർട്ട്ണർ. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. സോ നിങ്ങളുടെ അതിന് കറക്റ്റ് മാച്ചായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്താൽ തെറ്റാണ്, എന്ത് ചെയ്താൽ ശരിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു നിലപാട്, ആ ഒരു മാനിഫെസ്റ്റോ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതിൽ ഊന്നിക്കൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. ഏത് കാലത്തേക്കും അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് 25 വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മാനിഫെസ്റ്റോ ആയിരിക്കില്ല നിങ്ങളുടെ 45-ാമത്തെയോ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിലെയോ ഈ പേഴ്സണൽ മാനിഫെസ്റ്റോ എന്ന് പറയണത്. അത് തന്നെ ആയിരിക്കണം എന്നല്ല 75 വയസ്സിലെ നിങ്ങളുടെ പേഴ്സണൽ മാനിഫെസ്റ്റോ. അത് മാറിക്കൊണ്ടിരിക്കും. എങ്കിലും ആ കറണ്ട് സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏതാണോ നമ്മുടെ മാനിഫെസ്റ്റോ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകൂ. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, നമ്മുടെ വാല്യൂസിനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഏതോ ഒരാളുടെയോ നമ്മുടെ പാർട്ട്ണറുടെയോ മറ്റൊരാളുടെയോ കയ്യിലെ പാവയല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം. മറ്റൊരാൾക്ക് തട്ടിക്കളിക്കാനുള്ള എന്തോ ആയിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ വാല്യൂ നഷ്ടമാകുന്നത്. അങ്ങനെ മറ്റൊരാൾ നമ്മളെ വെച്ച് തട്ടിക്കളിക്കണ്ട. അങ്ങനെ തട്ടിക്കളിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്ത് തിരിച്ചറിയണം, നമ്മുടെ വീക്ക്നെസ് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അത്രയേ ഉള്ളൂ. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്റ്റർ എ ഡിഫിക്കൽട്ട് സ്കിൽ. അതായത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്കില്ല് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ്, അതായത് 10 പേരുടെ മുമ്പിൽ ഇതുപോലെ നിന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ. എനിക്ക് മുമ്പിൽ 10 പേരില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 10 പേരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്വയം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂലേ? അങ്ങനെ നമ്മൾ സ്പീച്ച് ചെയ്യുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഒരു ട്രാക്ക് കിട്ടും. അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? കണ്ണാടീൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് മിററിൽ നോക്കിക്കൊണ്ട് നമ്മുടെ തന്നെ റിഫ്ലക്ഷൻ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുക. നമ്മുടെ ആംഗ്യങ്ങൾ, നമ്മുടെ ചലനങ്ങൾ, ബോഡി ലാംഗ്വേജ്, നമ്മുടെ ലുക്ക്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എല്ലാം നമുക്ക് മാറ്ററാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ കണ്ണാടീൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. കണ്ണാടീൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊച്ചു സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്കൊക്കെ. ഒരു 8-10 പേര് ചെല്ലുന്ന സുഹൃത്ത് ബന്ധങ്ങളോ അല്ലാത്തതോ ഒരു 8-10 പേരുടെ മുമ്പിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥ. നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാകാം, കൂട്ടുകാരായിരിക്കാം, ക്ലാസ്സിലുള്ളവരായിരിക്കാം, സഹപ്രവർത്തകരായിരിക്കാം. സോ ഇവരുടെയൊക്കെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ ഓടി മറയാൻ നിൽക്കരുത്, ആ ചാൻസ് ഉപയോഗിക്കുക.
ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ ഒരു ക്യാമറ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക, അതിൽ നോക്കി സംസാരിക്കുക. സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിച്ച കാര്യം കറക്റ്റാണോ, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ, കുറവുകളുണ്ടോ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണോ സംസാരിക്കുന്നത്, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തപ്പിത്തടയലുണ്ടോ, അതോ നിങ്ങളിങ്ങനെ ക്യാമറ കാണുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ബ്ലാക്കായി പോകും നമ്മുടെ കണ്ണ് വിളറി വെളുക്കുക എന്നൊക്കെ പറയണ പോലെ കണ്ണിന് മുമ്പിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ, പേടിച്ചുകൊണ്ട് നെർവസ് ആയിക്കൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് അങ്ങനെ ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷൂട്ട് ചെയ്ത ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം പ്രോഗ്രസ്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു സ്കില്ല്, ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞു എന്നുള്ളൂ, ഒരു പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം എന്നുള്ളത്. കാരണം എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ്, ഞാനത് ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ആയിരക്കണക്കിന് പേരുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എന്നെയൊക്കെ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നാളെ സാധിക്കുമെന്നുള്ളത് കൊണ്ടല്ല, ചുമ്മാ പ്രാക്ടീസ് ചെയ്യാമല്ലോ, ചുമ്മാ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാമല്ലോ. ആ സ്കില്ല് നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ടെങ്കിൽ, സെൽഫ് റെസ്പെക്റ്റ് കൂട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി കൂടും. ഈ കോൺഫിഡൻസ് കൂടുന്ന ഒരാൾക്കായിരിക്കും കൂടുതൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുക. ഈ സെൽഫ് റെസ്പെക്റ്റും ഈ പറയുന്ന കോൺഫിഡൻസും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. രണ്ടും ഒരേ സമയം കുറയുകയും ചെയ്യും, ഒരേ സമയം കൂടുകയും ചെയ്യുന്നൊരു സാധനമാണ്. നല്ല സ്കില്ലുള്ള, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അത്യാവശ്യത്തിന് സെൽഫ് റെസ്പെക്റ്റും ഉണ്ടായിരിക്കും. ഓവറായിട്ടുണ്ടാവുന്നല്ല, അത്യാവശ്യത്തിനുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നതാണ് ഈ അഭിമാനം എന്ന് പറയുന്നത്. ഈ കഴിവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസും ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സെൽഫ് റെസ്പെക്റ്റും അവിടെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. കുറയും എന്നല്ല പറയുന്നത്, കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരു ചെറിയ കണക്ഷൻ തമ്മിലുണ്ട്. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീപ്പ് യുവർ പ്രോമിസ് ടു യുവർ സെൽഫ്. നിങ്ങൾ കൊടുത്തിട്ടുള്ളൊരു വാഗ്ദാനം നിങ്ങളായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ പറയണം രാവിലെ ഞാൻ ഇത്ര നേരം വർക്കൗട്ട് ചെയ്യും, ഞാൻ എക്സസൈസ് ചെയ്യും, രാവിലെ എണീറ്റ വഴിക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ കൊടുത്തൊരു വാക്കാണ് നിങ്ങളത് ചെയ്തിരിക്കുന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ബാധ്യത നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ കൊടുത്ത വാക്ക്, നിങ്ങളെടുത്ത തീരുമാനം, നിങ്ങളെടുത്ത റെസല്യൂഷൻ നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് അടുത്ത വർഷം ഞാൻ കറക്റ്റായിട്ട് ജിമ്മിൽ പോകും, ഞാൻ ബോഡി കുറച്ചിരിക്കും, ഞാനിതായി കുമ്പൊക്കെ ഒന്ന് കുറച്ചിരിക്കും, ഞാനിവിടെ 6 പാക്ക് ആക്കിയിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കും. ഞാൻ വാക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ 4 മാസം പോലെ ഇരിക്കുന്നത്. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം കൂട്ടുന്നതിന് നമ്മളോട് തന്നെ വാക്ക് പാലിക്കുക, നീതി പുലർത്തുക, നമ്മളെ ചീറ്റ് ചെയ്യാതിരിക്കുക, നമ്മുടെ മനസാക്ഷിയോടെങ്കിലും നമ്മൾ സത്യസന്ധയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളെ പറ്റിക്കാനായിട്ട് നിൽക്കരുത്. മറ്റുള്ള ആരെയും നമ്മൾ മാനിച്ചില്ലെങ്കിലും നമ്മളോടെങ്കിലും നീതി പുലർത്തണം എന്ന് പറയില്ലേ, അത്രയും ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ ഉണ്ടാകുന്നൊരു സാധനമാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ കൊള്ളാം, ഞാൻ അത്ര മോശക്കാരനായിട്ടുള്ള ഒരാളൊന്നല്ല എന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടാനുള്ള ക്വാളിറ്റീസ് എന്നിലുണ്ട് ഒരു തിരിച്ചറിവാണല്ലോ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം. സോ നമുക്ക് നമ്മളോട് തന്നെ ബഹുമാനം ഉണ്ടാകുമ്പോഴാണല്ലോ ബാക്കിയുള്ളവർക്ക് നമ്മളെ ബഹുമാനിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. നമുക്ക് ബഹുമാനിക്കാം. നമുക്ക് തന്നെ നമ്മളെ പിടിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ പിടിക്കുമോ, നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സാരം. 4ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഡിറ്റ് യുവർ സോഷ്യൽ മീഡിയ. അത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരൊക്കെയോ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സാധനം ഒന്നെടുത്ത് വിശകലനം ചെയ്യുക. അതിൽ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹോം ഫീഡിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. ഈ വന്ന് കിടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഗുണമുള്ള കാര്യങ്ങളാണോ, അതോ ഈ റൂമേഴ്സാണോ, അതോ കണ്ണി കണ്ട ചവറ് ട്രാഷുകളായിട്ടുള്ള കണ്ടൻറ്റുകളാണോ വന്ന് കിടക്കുന്നത്? അതായത് ആ നടിയെ അവിടെ വെച്ച് കണ്ടവരുണ്ടത്രേ എന്നൊക്കെ പറയണ പോലെ കുറേ കണ്ടൻറ്റുകളുണ്ടല്ലോ, ചവറ് കണ്ടൻറ്റുകൾ. അതായത് ചുമ്മാ വ്യൂവർഷിപ്പ് കൂട്ടാനായിട്ടുള്ള ഗിമിക്സ് കാണിക്കുന്ന ചാനൽസ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു എക്സാമ്പിളുമായിട്ട് എടുക്കേണ്ട. എക്സാമ്പിൾ അനേകമുണ്ട്. അതായത് നമ്മളുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം, അതാണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാഷായിട്ട് തോന്നേണ്ട കണ്ടൻറ്റ്. നിങ്ങളുടെ ലൈഫിന് അത് ഉപകാരമില്ല എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ ആ കണ്ടൻറ്റുകൾ, ആ വീഡിയോ കണ്ടൻറ്റുകൾ, ആ സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റോ കണ്ടൻറ്റോ റീലോ എനിത്തിങ് പോസ്റ്റോ
അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുപ്പത്തൊട്ടിയാണ്. സോ ആ കുപ്പത്തൊട്ടിയാണെന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആ കുപ്പത്തൊട്ടി പോലുള്ള സാധനങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സബ്സ്ക്രൈബോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ എന്താ പറയുക ഇമോഷണലി നിങ്ങളെ ഉയർത്തുന്ന, നിങ്ങളുടെ ക്വാളിറ്റീസ് ഉയർത്തുന്ന, നിങ്ങളുടെ എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കണ്ടൻറ്റുകൾ കിട്ടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ പോവുക. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഈ കണ്ട ചപ്പു ചവറുകളൊക്കെ നിങ്ങളെടുത്ത് സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ ഒരു പക്ഷേ ജീവിതത്തിൽ കഴിഞ്ഞെന്ന് വരില്ല. കാരണം നിങ്ങളുടെ ഉള്ള മോട്ടിവേഷൻ കൂടി നശിപ്പിക്കുകയും പകരം അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രാഷുകൾ നിങ്ങളുടെ തലയിൽ കുത്തി നിറയ്ക്കുകയുമായിരിക്കും ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു ഗുണം. സോ അങ്ങനെ ആകാതിരിക്കാൻ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നല്ല ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക. ഗുണമുള്ള, ആവശ്യമുള്ള, യൂസ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റുകൾ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അഞ്ചാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് ചെയ്യുക. നമ്മുടെ ഈ വിജയങ്ങൾ, അത് പബ്ലിക്കായാലും ശരി പ്രൈവറ്റിലാണെങ്കിലും ശരി. അതായത് പ്രൈവറ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡയറി എഴുതി വയ്ക്കുന്നു, ഫോട്ടോസ് എടുത്ത് വയ്ക്കുന്നു, അങ്ങനെ പല പല മെമ്മറീസ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അതേപോലെ തന്നെ പബ്ലിക്കിലും നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പാചകം ചെയ്യാൻ നിങ്ങൾ പുതിയൊരു റെസിപ്പി നിങ്ങൾ പഠിച്ചു, അത് നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റാണ്. നിങ്ങൾ അറിയാൻ പാടില്ലാത്ത പുതിയൊരു കാര്യമാണ് നിങ്ങൾ നേടിയെടുത്തത്. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫോട്ടോ എടുത്ത് വയ്ക്കലോ വീഡിയോ എടുത്ത് വയ്ക്കലോ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങളുടെ പബ്ലിക്കലിയും നിങ്ങൾക്കിത് ചെയ്യാം അല്ലേ. അതുകൊണ്ട് കുറച്ച് വരുമാനം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. സോ യൂട്യൂബ് പോലുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പഠിച്ച പുതിയ കണ്ടൻറ്റ് നിങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് ഒരു ഡോക്യുമെൻ്റഡ് ആയിട്ട് മാറുകയാണ്. നാളെ തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അത്ര മോശം ഒരാളല്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങളിലൂടെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് ഇനിയും നന്നാക്കാനുണ്ട്. എങ്കിലും നിങ്ങൾ മോശപ്പെട്ട ഒരാളല്ല എന്നുള്ളൊരു തിരിച്ചറിവ്, നിങ്ങളിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, അത് നിങ്ങൾ പ്രൈവറ്റായിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിലും ശരി പബ്ലിക്കായിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിലും ശരി, രണ്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം വിജയങ്ങൾ ഉണ്ടാക്കുന്നു, എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നു, അച്ചീവ്മെൻറ്റുകൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അത് ഡോക്യുമെൻ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം ഇതൊക്കെയാണ് ഭാവിയിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴിത്താരകൾ. ഇവിടെയൊക്കെ നമ്മൾ മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവ് നമുക്ക് ഒരുപാട് അഭിമാനം നൽകും, സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് നൽകും. അത് കൂടുതൽ ഇതുപോലെയുള്ള ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനും നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം, നമ്മുടെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന സാധനം ഒരു അനദർ ലെവലിലേക്ക് കൊണ്ടുപോകാനൊക്കെ സൂപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ആറാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയാം, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കിട്ടാത്തൊരു സാധനം കിട്ടുന്നു, അത് അവർക്കൊരു ജീവിത മാർഗമായിട്ട് മാറുന്നു. അങ്ങനെ പല രീതിയിലും അവർക്കത് ഗുണം ചെയ്യും. നിങ്ങളുടെ ഈ അറിവ് അവരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും. സോ മറ്റുള്ളവരിൽ ഇതുപോലെയുള്ള മാറ്റങ്ങളുണ്ടാക്കി അവരുടെ സന്തോഷം കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതായത് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനവും ഒരു തൃപ്തിയുമുണ്ട്. ഇത് ഈ പറയുന്ന സെൽഫ് റെസ്പെക്റ്റൊക്കെ തരുന്ന സാധനമാണ്. നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, രത്തൻ ടാറ്റയെ പോലെ ബിൽ ഗേറ്റ്സിനെ പോലെയുള്ളവരും ഒരു മാത്രമല്ല ഇങ്ങനെയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഈ ചാരിറ്റി ചെയ്യുന്നത്? എല്ലാം നേടിക്കഴിഞ്ഞു, ഇനി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. കാരണം ഇല്ലാത്ത ആൾക്കാർ അത് കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം, അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു വലിയ മാറ്റം, ഒരു വലിയ വെളിച്ചം വീശലുണ്ടല്ലോ, ഇത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാകും. ഈ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അവരത് ചെയ്യുന്നത്. മറ്റുള്ളവർ ഏതെല്ലാം അവസ്ഥയിൽ കഷ്ടപ്പെടുന്നുണ്ടോ അവരെ സഹായിക്കുന്നു. നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലയോ, നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് പകർന്നു കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ മറന്നു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. രണ്ടായാലും കാര്യം എന്താ നടക്കുന്ന ഇൻഫർമേഷൻ അങ്ങോട്ട് തരുന്നു. അതായത് നിങ്ങളെടുക്കുന്ന ഇത്തരം എഫേർട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് വർത്ത് കൂട്ടുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് മൂല്യമുണ്ടെന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന ഒരു സ്ഥലമാണ് നാട്ടുകാരും. സോ അതെന്തുണ്ടാക്കും? സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരാളാണ്. അത്ര സ്വാർത്ഥനോ സെൽഫിഷോ ആയിട്ട് സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല എന്നുള്ളൊരു സ്വയം തിരിച്ചറിവാണ് അവിടെ നൽകുന്നത്. സോ ആ ഒരു തിരിച്ചറിവ് എന്താണ് സത്യത്തിൽ? സെൽഫ് റെസ്പെക്റ്റ് കൂട്ടുന്നൊരു കാര്യമല്ലേ. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്
വീക്കിലി നമ്മളൊരു സെൽഫ് റിഫ്ലക്ഷൻ ടൈം നമ്മൾ ഉണ്ടാക്കണം. അതായത് ഓരോ ആഴ്ചയും നമ്മളൊരു 30 മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ, നമ്മുടെ വാല്യൂസിനോ നമ്മുടെ കാര്യങ്ങൾക്കും അനുസരിച്ചിട്ടാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു അനലൈസിങ് അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നമ്മുടെ റൂട്ട് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു മൊമെൻ്റാണിത്. നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ സ്റ്റാൻഡുകൾ, ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്കും ജീവിതത്തിൻ്റെ ആ വിഷനും വേണ്ടിയിട്ട് അതിലേക്കാണോ നിങ്ങൾ പ്രവർത്തിച്ചത്, അത് മറന്നാണോ നിങ്ങൾ പ്രവർത്തിച്ചത്, നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ നമ്മൾ തിരുത്തുന്നു, മുന്നോട്ട് പോകുന്നു. തെറ്റുകളൊന്നും ഇല്ലയോ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നു, നമ്മൾ കറക്റ്റ് വഴിയിലൂടെയാണ് പോകുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. സോ ഇതിനെന്ത് വേണം, നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ആഴ്ചയിൽ ഒരു അരമണിക്കൂർ എങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുക, ഒന്ന് എഴുതി നോക്കുക. നമ്മൾ കറക്റ്റ് വഴിക്കാണോ നമ്മൾ പോകുന്നത്, നമ്മളെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടോ. ഇത് നല്ലതാണ്. ഒരു സെൽഫ് അനാലിസിസ് എപ്പോഴും നല്ലതാണ്. മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നതിന് മുമ്പ് നമ്മളെ തന്നെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ബോധ്യമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവർ എന്നെ കുറ്റം പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല എന്നുള്ളൊരു സ്വയം തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിടത്തൊക്കെ പോയിട്ട് വഴക്കുണ്ടാക്കും, ബഹളം വയ്ക്കും, ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ നമ്മളെടുത്തിട്ട് അലക്കും. തെറ്റ് നമ്മുടെ ഭാഗത്തു കൂടി ആയിരിക്കും ചിലപ്പോൾ. എന്നിട്ടും നമ്മൾ ഇതൊക്കെ ചെയ്യും. കാരണം എന്താ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബോധമല്ല, നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടില്ല, നമുക്ക് നമ്മളെക്കുറിച്ചിട്ട് തന്നെ ഒരു ധാരണ ഇല്ലെന്നേ. സോ അതുണ്ടാക്കണം. അതിനാണ് ആഴ്ചയിൽ ഒരു 30 മിനിറ്റ്. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോ കമ്പാരിസൺ റൂളാണ്. അതായത് നിങ്ങൾ മറ്റുള്ള ഒരാളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പോരാ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് ഒഴിവാക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നല്ല ശമ്പളം കിട്ടുന്നു. ആ നല്ല ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഞാൻ പോരാ, ഞാൻ മോശമാണ്, എനിക്കത്ര കഴിവില്ല, ഞാൻ കേപ്പബിൾ അല്ല, ഇനാഡിക്കേറ്റാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവുക, അല്ലേ? നിങ്ങൾക്കുണ്ടല്ലോ കുറച്ച് സ്ട്രെങ്ത്ത് ആ വ്യക്തിക്ക് ഇല്ലാത്തത്, അത് നിങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുകൊണ്ട് അവരുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മാറുക. അത്രേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കരുത്. ആ സെലിബ്രേഷൻ്റെ ഭാഗമാകണം, അതിലൊരു തെറ്റുമില്ല. അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ മാറണം. ഒപ്പം നിങ്ങൾ അയ്യോ ഞാൻ പോരാ എന്നുള്ളൊരു ചിന്ത വരരുത്. അതിന് പകരം നിങ്ങളുടേതായിട്ടുള്ള കഴിവുകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിനെ വളർത്തുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അത് ചെയ്യുക. നിങ്ങൾക്ക് മാത്രമുള്ള കുറച്ച് യുണീക്കായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, അത് സ്വയം തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ഈ ഒരു തിരിച്ചറിവാണ് ഈ കണ്ടൻമെൻ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഉള്ളതിൽ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ആ ഒരു മനസ്ഥിതി ഉണ്ടല്ലോ നിങ്ങളിലുള്ളത്. നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ എനിക്ക് പോരാ എന്നുള്ളൊരു ചിന്ത വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ, അതായത് എന്താ പറയുക, ഉള്ളതിൽ തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. നമുക്കെല്ലാം നേടിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സന്തോഷപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം അംബാനിക്ക് പോലും ചിലപ്പോൾ എല്ലാം നേടിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല, അല്ലേ? അവിടെ ഉണ്ടാവും പ്രശ്നങ്ങൾ, അല്ലേ? ഒരു മകൻ കണ്ടില്ലേ, ഒരുപാട് തടിയൊക്കെ ആയിട്ട് ഭയങ്കര ഹെൽത്തിന് ഇഷ്യൂസൊക്കെ ഉള്ള ഒരു ആളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്യാണത്തിൻ്റെ എന്താണ് ആ പയ്യൻ്റെ പേര്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫോട്ടോയിൽ ഭയങ്കര തടിയായിട്ട്. അപ്പോൾ ആ കുട്ടിക്ക്, ആ മനുഷ്യന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും ജീവിതത്തിൽ. അപ്പോൾ ഫുള്ളായിട്ട് തൃപ്തിപ്പെട്ട ഒരാളാണോ, സന്തോഷിക്കുന്ന ഒരാളാണോ ചോദിക്കണമെങ്കിൽ ഒരു പക്ഷേ അല്ല എന്ന് പറയേണ്ടി വരും, അല്ലേ? അപ്പോൾ എല്ലാം നേടിയിട്ട് ആകാം എന്നുള്ളൊരു ചിന്ത വേണ്ട. ഉള്ളതിൽ തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. സോ അതുകൂടി നിങ്ങളിതിൽ നിന്ന് പഠിക്കും. നിങ്ങൾക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കൂട്ടും. കാരണം നിങ്ങളുടെ യൂണിക്കായിട്ടുള്ള ആ സ്ട്രെങ്ത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്. മറ്റൊരാളുടെ എന്തെങ്കിലും കണ്ടിട്ട് അയ്യോ എനിക്കതില്ലല്ലോ എന്ന് പറയുന്ന ഒരാളല്ല നിങ്ങൾ. സോ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു നിലപാടിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെ എത്തണം. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംബ്രേസ് മൈക്രോ അഡ്വഞ്ചേഴ്സ്. ചിലപ്പോൾ ചെറിയ എക്സ്പീരിയൻസുകളായിരിക്കും നിങ്ങളുടെ ഈ ഒരു ബൗണ്ടറിനെ പുഷ് ചെയ്തിട്ട് കുറേയും കൂടി തള്ളി വെക്കുന്നത്. അതായത് നിങ്ങളുടെ ഗോൾ പോസ്റ്റ് കുറച്ചുകൂടി നീട്ടി വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ കുറച്ചും കൂടി തള്ളിയിട്ട് പുറത്തോട്ട് വയ്ക്കും. നിങ്ങൾക്ക് അതും കൂടിയല്ല, അതിൻ്റെ അപ്പുറം കൂടി എത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. അതായത് ഇപ്പോൾ നിങ്ങളൊരു പെയിൻറ്റിങ് ക്ലാസ്സിന് പോകുന്നു, പെയിൻറ്റിങ്ങായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഉണ്ട്, എന്ത്, പെയിൻറ്റിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു പണിയല്ല എന്നുള്ളത്, ഒരു ലിമിറ്റേഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, ഒന്ന് പരീക്ഷണം നടത്തി നോക്കുന്നു.
അതുകൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്തിട്ടോ അത് പെയിൻറ്റ് ചെയ്തിട്ട് 10 പേർക്ക് വിറ്റിട്ട് പണം ഉണ്ടാക്കാനോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ തന്നെ ഒരു അഡ്വഞ്ചർ ചെയ്യുന്നു, ഒരു സാഹസികത കാണിക്കുന്നു. എന്ത്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു, അതിനകത്ത് നിങ്ങൾ നേരിയ പുരോഗതി നിങ്ങൾ കൊണ്ടുവരുന്നു. ഭീകരമായിട്ടുള്ള നിങ്ങളൊരു വലിയ ആർട്ടിസ്റ്റായിട്ടോ രവിവർമ്മയായിട്ടോ ഒന്നും നിങ്ങൾ മാറുന്നില്ല അല്ലേ. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരല്പം ഉയർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു ചിത്രകല എന്ന് പറയുന്നതിൽ ചെറിയൊരു അറിവ് നിങ്ങൾ എടുത്തിരിക്കുന്നു. അതായത് നിങ്ങളുടെ ഒരു അപ്ഗ്രേഡ്, ഒരു പുരോഗമനം അവിടെ വന്നിട്ടുണ്ട്. അത് എന്തും ആകാം. ചില ആൾക്കാർക്ക് ഡ്രൈവിംഗ് ആയിരിക്കാം. അയ്യോ എനിക്ക് ഡ്രൈവിംഗ് പറ്റത്തില്ല, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കും എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിങ്ങളത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുന്നു. എക്സ്പേർട്ടായിട്ടുള്ള നിങ്ങളൊരു അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ പോകുന്ന ഒരാളൊന്നും അല്ല എങ്കിൽ പോലും നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു, നിങ്ങൾ പഠിച്ചിരിക്കുന്നു. സോ ഇതെന്തുണ്ടാക്കും? അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് എന്തും നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നടത്തിയെടുക്കാൻ പറ്റും. ഏത് കഠിനമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വശത്താക്കും, സ്വായത്തമാക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും. ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും, എൻ്റെ മുമ്പിൽ അത്രയും തടസ്സങ്ങളായിട്ടുള്ള കാര്യങ്ങളില്ല എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളെത്തും. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നതിന് നിങ്ങളെടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, നിങ്ങളെടുത്ത സാഹസികത ഉണ്ടല്ലോ, അതൊന്നു മാത്രമാണ്. സോ എന്ത് ചെയ്യുക? ഇത്തരം സാഹസങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം, ഫേസ് ചെയ്യണം, മുന്നോട്ട് പോകണം. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾ വരുത്തുക, മുന്നോട്ട് പോവുക. സോ ഇത് നിങ്ങളെ ഒരുപാട് ഞാൻ കൊള്ളാമെന്ന് പറയുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ട അല്ലെങ്കിൽ ത്യജിച്ച് കളയേണ്ട, ഒന്നിനും കൊള്ളാത്ത ഒരാളെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണല്ലോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ മറ്റൊരാളുടെ കാലിലോട്ടിൽ വെക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അതങ്ങനെ സംഭവിക്കില്ല. കാരണം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഓരോ നിമിഷവും തിരിച്ചറിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് നല്ലതാണ്. അതാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നതും. ഇങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു ആളെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ പറ്റത്തില്ല. അവരുടെ കയ്യിലേക്ക് കളിപ്പാവയാക്കി മാറ്റാൻ അവർക്ക് പറ്റത്തില്ല. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് മറ്റൊരാളുടെ കീഴിൽ അടിയറവ് വയ്ക്കുമ്പോഴാണ് അവർ നമ്മളിട്ടിട്ട് ഇങ്ങനെ കറക്കണത്, വട്ടം കറക്കണത്. അപ്പോഴാണ് 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ റെസ്പെക്റ്റ് ടൂൾ കിറ്റ്. നിങ്ങൾക്ക് ഈ പറയുന്ന റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റെസ്പെക്റ്റ് കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒന്ന് ചാർജ് ചെയ്യാനായിട്ടുള്ള എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം നോക്കാം. ബുക്കുകളുണ്ടെങ്കിൽ വായിക്കാം, അതുപോലെ മോട്ടിവേഷൻ സ്പീച്ചുകളുണ്ടെങ്കിൽ കേൾക്കാം. ടെഡക്സ് പോലെയുള്ള അതിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല സ്പീച്ചുകൾ കേൾക്കാൻ പറ്റും. അങ്ങനെ പല പല വഴികൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ സ്റ്റെപ്പുകൾ, ഇതെല്ലാം നിങ്ങൾ പയറ്റിക്കൊണ്ടേയിരിക്കണം. ഇതുപോലുള്ള ഒരു ടൂൾ കിറ്റ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. അതിപ്പോൾ ആപ്പിലകത്താണെങ്കിലും ശരി, ബുക്കായിട്ടാണെങ്കിലും ശരി, മൂവീസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വളർത്തുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ചാർജ് ഡ്രെയിൻ ആവുന്ന സമയത്ത് ചാർജ് ചെയ്യണം നമുക്ക്, അല്ലേ? ഈ മോട്ടിവേഷൻ കുറയുന്ന സമയത്ത് മോട്ടിവേഷൻ കൂട്ടുക എന്ന് പറയുന്ന പോലെ ഇത് കുറയുന്ന സമയത്ത് നമുക്കവിടെ കൊണ്ടുവരണം. പഴയ എനർജി, പഴയ ഫോഴ്സിലേക്ക് നമ്മൾ തിരിച്ചെത്തണം. സോ അതിന് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എപ്പോഴും. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ഡൗട്ട് വരുന്നുണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ, ആ സമയത്തൊക്കെ ഈ ടൂൾ എടുത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് അവിടെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ലെവൽ ഉയർത്താൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരായിട്ട് നിങ്ങൾ മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ബന്ധങ്ങളിലും അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവട്ടെ, ഇല്ലാത്തവരാണെങ്കിൽ.